ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജനങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് തെളിയിക്കുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മിഠായി തെരുവിലൂടെയുള്ള യാത്ര. കേരളത്തിന്റെ തെരുവുകളിലെ സുരക്ഷിതത്വം രാജ്യത്തിന് കാട്ടിക്കൊടുത്താണ് യാത്ര അവസാനിപ്പിച്ചത്. ഒപ്പം ഗവർണറുടെ വാക്കുകളിൽ ഒന്ന് മാത്രമായി സുരക്ഷ വേണ്ട എന്ന പ്രഖ്യാപനം കലാശിക്കുകയും ചെയ്തു. നവകേരള സദസ്സിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് വ്യക്തമാക്കുന്ന വാക്കുകളാണിത്. കേരളം ശാന്താണല്ലോ എല്ലാ അർത്ഥത്തിലും. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ക്രമസമാധാനം നിലനിൽക്കുന്നു, വളരെ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം. കേരളം എത്ര സുരക്ഷിതമായ സ്ഥലമാണെന്ന് അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിന് കാട്ടി നൽകുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൽ ക്രമസമാധാന നില ആകെ തകർന്നുവെന്ന് വരുത്തി തീർക്കാൻ പെടാപ്പാടുപെടുന്ന ഗവർണർ തനിക്ക് പോലീസിന്റെ ഒരു സുരക്ഷയും വേണ്ടെന്ന് പറഞ്ഞായിരുന്നു കോഴിക്കോട് നിന്നും മിഠായി തെരുവിലേക്ക് യാത്ര തിരിച്ചത്. I have told the police I don't need any security. If they want to hurt me, they are most welcome. I am asking even come here. If you want to hurt me, come here. Why don't you come? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന രാഷ്ട്രീയക്കാരന്റെ യാത്രയുടെ രാഷ്ട്രീയ ലക്ഷ്യം കേരളീയർ നേരത്തെ മനസ്സിലാക്കിയതിന്റെ നേർക്കാഴ്ചയായി പിന്നീട് മിഠായി തെരുവിലെ കാഴ്ചകൾ. മിഠായി തെരുവിൽ താൻ ആക്രമിക്കപ്പെടുമെന്നും അതുവഴി തന്റെ രാഷ്ട്രീയ യജമാനന്മാരുടെ ലക്ഷ്യം നടപ്പിലാക്കാൻ കഴിയുമെന്നും സ്വപ്നം കണ്ടെത്തിയ ഗവർണറെ കുട്ടികളും നാട്ടുകാരും ഒരു കൗതുക വസ്തുവിനെ പോലെയാണ് നോക്കിക്കണ്ടത്. ഒപ്പം കേരളീയരുടെ സ്നേഹത്തിനും കരുതലിനും കോഴിക്കോടൻ ഹൽവയേക്കാൾ മധുരമുണ്ടെന്ന് കാട്ടി നൽകിയായിരുന്നു അദ്ദേഹത്തെ മടക്കി അയച്ചതും. അപ്പോഴും ഇമവെട്ടാതെ പോലീസും ഒപ്പമുണ്ടായിരുന്നു. സുരക്ഷ വേണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ സുരക്ഷയിൽ യാത്ര ചെയ്യുക എന്ന നില ഗവർണർക്ക് അവലംബിക്കേണ്ടി വന്നു. അപ്പോഴും ഗവർണറുടെ വിൺവാക്കുകളിൽ മാത്രമായി സുരക്ഷ വേണ്ട എന്ന പ്രഖ്യാപനം കലാശിക്കുകയും ചെയ്തു. ലെസ്ലി ജോൺ, ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.